അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കൂമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ഒരെണ്ണം മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട്ലറ്റാണ് നമ്മൾ ചെയ്യാൻ. അതായത് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം 4 മണിക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമാണ്, ഹെൽത്തി സ്നാക്കാണ്. അതെ, അധികം എന്താ പറയുന്നത് മറ്റേ വലിയ ചെലവില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ തന്നെ കൂമ്പ് നമ്മൾ മറ്റേ തോരനൊക്കെ അരിയുന്ന പോലെ നമ്മൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം അത് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ വെള്ളം നമുക്ക് വറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്തേക്കണം. ഇതൊന്ന് വെന്ത് കിട്ടിയത് അപ്പോൾ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു ചെറിയൊരു കൂമ്പാണ്. നമ്മള് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ 2 എണ്ണം കഴിഞ്ഞ ദിവസത്തെ ചെയ്തത്. അപ്പം അതിലിരുന്ന സംഭവം അപ്പം നമ്മൾ വിചാരിച്ചത് കട്ട്ലറ്റ് ഉണ്ടാക്കിയേക്കണം, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ നമ്മളിത് മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളെ വാഴക്കൂമ്പ് നല്ലപോലെ വെന്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ വെന്തെടുത്തായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഇത് ഈ വാഴക്കൂമ്പിൻ്റെ ഒരു വെയിറ്റിനനുസരിച്ച് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടും ഏകദേശം ആർക്കും പരാതിയില്ല. അപ്പം നമുക്കിനി അവയെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മളിനി ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് വഴറ്റാൻ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം അത് പച്ചമുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഈ കറിവേപ്പിലുണ്ടല്ലോ അത് ചെറുതായിട്ട് കുനുകുന അരിയണം. ഉള്ളി നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കണം. അപ്പം ഇത്ര സാധനം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് കത്തിക്കണം. കത്തിക്കുന്ന സാധനം ചെടി അതെ കുറേ. അപ്പം ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒത്തിരി നേരം വഴറ്റി എടുക്കണ്ട, വേഗണം. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വെന്തതാണ്. മറ്റേ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകാൻ നോക്കണ്ട. അതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. നമുക്കൊന്ന് ആദ്യം അപ്പം ഇച്ചിരി വേവ് കൂടുതലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് നമ്മൾ 3 എണ്ണം എടുത്തത്. പിന്നെ നമുക്ക് കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിയുള്ള പച്ചമുളക് എടുക്കുക, അല്ലെങ്കിൽ എണ്ണം കൂട്ടി എടുക്കാം. അപ്പം ഇനി നമ്മുടെ ഉള്ളി ഇതൊന്ന് നമുക്ക് നമ്മൾ ഒരു സവാള മുഴുവൻ എടുത്തിട്ടുണ്ട്. അതെ, ഇത് സവാള അരിയുമ്പോഴേക്കുണ്ടല്ലോ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പൊട്ടി അരിയുവാണെങ്കിൽ എളുപ്പമാണ്. അതെ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കറിവേപ്പില നമുക്ക് ഏറ്റവും അവസാനം ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവറും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അത് കരിഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ട് ഈ ബ്രെഡ് പൊടി ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ബ്രെഡ് ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പം നമ്മളിത് ഉണ്ട് ഇതുപോലെ പാനൽ വെച്ചിട്ട് ഒന്ന് അധികം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ അത് പൊടിയാനും നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇത് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങല്ലാതെ. അപ്പം നമുക്ക് ഈ നമ്മുടെ കൂട്ടിൻ്റെ അകത്തേക്ക് ഇതെല്ലാം ചേർക്കാം. അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പില എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അത് നമ്മുടെ കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും. നമ്മുടെ ഏത് ടൂൾസ് ഉപയോഗിച്ചാലും അത് റെഡിയാക്കുന്നത് കൈവച്ച് തന്നെ. ഇപ്പം നമ്മുടെ ബ്രെഡ് നമ്മൾ എല്ലാം വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് തണുത്തിട്ട് വേണം കൈകൊള്ളത്. നമ്മളിതെല്ലാം ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടേക്കാവേ. ഇപ്പം നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. മുളക് പൊടി കാര്യങ്ങളൊന്നും നമ്മുടെ വാഴക്കൂമ്പിൻ്റെ അകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക്, സ്വല്പം മഞ്ഞപ്പൊടി, അല്ല എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്.
പിന്നെ നമ്മള് ഇനി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ എരി ചേർക്കണേ. അതെ, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം. ഇപ്പൊ നമ്മൾ ഉപ്പിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഴയായപ്പോഴത്തേക്ക് ഉപ്പൊക്കെ അങ്ങ് നനവായേ. ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട് സംഭവം. അതെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൈവച്ച് തൊടാതെ ഈ തവിവെച്ചന്നെ തൊട്ടത്. നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് ഇതൊന്നുണ്ടല്ലോ നമുക്ക് പരത്തി മറ്റേ നമുക്ക് ഷേപ്പ് ഒക്കെ ആക്കി എടുക്കാൻ. അത് തന്നെയല്ലേ, ഇതൊന്ന് നന്നായിട്ടുണ്ടല്ലോ കൈവച്ച് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെയ്താലുണ്ടല്ലോ അതിന്റെ ആ ഒരു നല്ല ചൂടായി. ഇപ്പൊ നല്ല ചൂടാ. മതി. നമ്മുടെ കട്ട്ലറ്റിന്റെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ നമ്മുടെ ബ്രെഡ് എല്ലാം പൊടിച്ച് വെച്ച് ബ്രെഡ് പൊടി ഇതെല്ലാം റെഡിയാക്കിയിട്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉരുളയാക്കിയിട്ട് കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താലും മതി. അല്ലാതെ ഇങ്ങനെ ഈ ഷേപ്പാണ് സാധാരണ നമ്മുടെ കട്ട്ലേറ്റിന് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പൊ വേണം ചതുരത്തിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ആക്കി നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അതാദ്യം നമ്മുടെ പരിപാടി. ഇപ്പൊ ഇത് കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജ് വേണമെങ്കിൽ വെച്ചാലും നമുക്ക് പിന്നെ പെയ്യ വേണമെങ്കിൽ നമ്മള് എന്താ പറയുക വറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല കണ്ടെയ്നറിലോ അടിച്ച് നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കുറെ ദിവസം ഇരുന്നോളൂ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു മുട്ടയില്ലേ, കോഴിമുട്ട, അടിച്ചെടുക്കാം. അതെ, 2 കോഴിമുട്ട നമ്മള് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ മുട്ടയും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാത്തവർക്ക് നമുക്ക് കോൺഫ്ലോറും മൈദയും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സെയിം ക്വാണ്ടിറ്റിയില് കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ കലക്കി എടുത്തു കഴിഞ്ഞാൽ അത് മതി. നമുക്കിത് മുട്ട ഇഷ്ടമായതുകൊണ്ട് നമ്മളത് എടുക്കുന്നുണ്ട്. കൂടുതൽ നമ്മൾ മുട്ടയിലാണ് സാധാരണ കട്ട്ലറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇനി മുട്ട കഴിക്കത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവറും മൈദയും കൂടെ പപ്പാതി എടുത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമ്മൾ വേണ്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിത് പാൻ വെച്ചിട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ കുക്കിംഗ് ഓയിലാണ്. ഇപ്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കുക്കിംഗ് ഓയിലാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊടി നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഇതിൻ്റെ അകത്തൊന്ന് മുക്കുക, ഇതിൽ മുക്കുക, എന്നിട്ട് വീണ്ടും ഇതിൽ മുക്കുക, ഇത് കോട്ട് ചെയ്യുക, വാരിയിടുക. അതന്നെ. അങ്ങനെ നമുക്ക് എല്ലാം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ സൈഡിൽ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പലതും പല ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ വെന്തെടുത്താണ്. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കിതുണ്ടല്ലോ ഒന്ന് മൊരിഞ്ഞാൽ മാത്രം മതി. നമുക്ക് ആ ഒരു ആവശ്യത്തിനുള്ള കളറില്ലേ, ആ ഒരു കളർ കിട്ടിയാൽ മാത്രം മതി. അതാണ് നമ്മുടെ ഇതിനകത്ത് ലക്ഷ്യം. അപ്പൊ നമുക്ക് ഇതൊന്ന് എല്ലാം ഒന്ന് ആക്കി ഇതുപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് ഇട്ട് വറുത്തെടുക്കാം. ഇതിനകത്തെ നമ്മളുണ്ടല്ലോ ഈ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. കാര്യം മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുന്ന കട്ട്ലറ്റിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് ഈ സെയിം സംഭവത്തിൽ നമ്മളിപ്പോൾ വാഴക്കൊമ്പിന് പകരം നമുക്ക് ചിക്കൻ വേണേലും നമുക്ക് ചെയ്തെടുക്കാം. ചിക്കനോ വേറെ ഏത് മീറ്റ് വേണേലും നല്ലപോലെ വേവിച്ച് നമ്മൾ റെഡിയാക്കി എടുത്താൽ ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് മതി. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് തിരിച്ചിടുക. കാര്യം ഓൾറെഡി നമ്മളെല്ലാം വെന്തതാണല്ലോ. അപ്പോൾ പിന്നെ അന്ന് എന്താ പറയുന്ന ആ ഒരു കളർ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടായിരുന്നു ഇടയ്ക്ക് ഒന്നും കൂടെ ഒന്ന് ഇപ്പം 2 സൈഡ് നമുക്ക് ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്.
നമ്മളിത് ഒത്തിരി അങ്ങ് എണ്ണ ഒഴിച്ച് അതിന്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാറുണ്ട് ഈ സംഭവം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും. ഇത് വെക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചാലും ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം വറുത്ത് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിങ്ങോട്ട് വെച്ച് സാധനമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഹോം മെയ്ഡ് കട്ട്ലറ്റ്. അപ്പം ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഉണ്ടെങ്കിൽ സംഭവം നല്ല അടിപൊളി സംഭവമായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാര്യം വാഴക്കൊമ്പ്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഉള്ളി, അതന്നെ നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അത്ര സാധനമുണ്ട്. വേറെ മസാലകളൊന്നുമില്ല. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകും അങ്ങനെയുള്ള സാധനങ്ങളാണ് ആ കട്ട്ലറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതേ സെയിം സംഭവം വെച്ചിട്ട് നമുക്കുണ്ടല്ലോ ചിക്കൻ്റെ കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വാഴക്കൊമ്പിന് പകരം ചിക്കൻ വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൊക്കെ ഓൺ ചെയ്ത് ഇതിനൊക്കെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.